ലൈഫിൽ ഇങ്ങനെ പലപ്പോഴും നമ്മളിങ്ങനെ സ്റ്റക്കായി പോയി നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എടുത്ത തീരുമാനമൊക്കെയാണ് പെട്ടെന്നൊരു വഴിയിൽ യാത്ര മുടങ്ങുന്നു. തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എടുത്ത തീരുമാനങ്ങൾ പാളിപ്പോയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം എന്നൊന്നും അറിയത്തില്ലാതെ അങ്ങ് സ്റ്റക്കായി പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു കുഞ്ഞു സംഭവം നമ്മളൊന്ന് ഒരുമിച്ച് ധ്യാനിക്കാൻ വേണ്ടി പോവാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം അതിന്റെ 45 മുതലുള്ള വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഒരുപാട് തവണ വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഈശോ ഈ കണ്ണു കാണാത്ത ബർത്തിമയൂസിന് സൗഖ്യം നൽകുന്നതിനെ കുറിച്ചാണ്. ബർത്തിമയൂസ് അവിടെ കിടന്ന് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. മർക്കോസ് 10:47 കർത്താവായ ഈശോയെ ദാവീദിന്റെ പുത്ര പാപിയാനിൽ കനിയണമേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ശിഷ്യന്മാർ അവിടെ കൂടെ നിന്നവരൊക്കെ അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോകുന്ന നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു കർത്താവുണ്ടെന്നും അതിനിടയ്ക്ക് ആളുകൾ നമ്മളോട് എന്ത് പറഞ്ഞാലും നമ്മളാ നിലവിളി, നമ്മളാ പ്രാർത്ഥന, ഈശോയുള്ള ട്രസ്റ്റ് നമ്മൾ കളയാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ആ നിലവിളിക്കൊരു ഉത്തരം കിട്ടുമെന്നുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ബർത്തിമേസിന്റെ ഇൻസിഡന്റ്. ആ ഒരു എപ്പിസോഡ്, ബർത്തിമേസ് കിടന്ന് നിലവിളിക്കുമ്പോൾ ആളുകൾ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഈശോ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ബഹളങ്ങൾക്കിടയിൽ, ആ യാത്രക്കിടയിൽ ഇവന്റെ നിലവിളി കൃത്യമായിട്ട് കേൾക്കുന്ന ഈശോ അവിടെ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്കുള്ള ആദ്യത്തെ ഒരു ബോധ്യം ഇതാണ്: എത്ര സ്റ്റക്കായിട്ട് നിന്നാലും, എത്ര സങ്കടപ്പെട്ട് നിന്നാലും, എത്ര കിടന്ന് നിലവിളിക്കുമ്പോഴും, ചുറ്റും നിൽക്കുന്നവരൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴും, ഇനി മൈൻഡ് ചെയ്യുന്നവരൊക്കെ നമ്മളെ തെറ്റിദ്ധരിച്ചാലും, ഈ നിലവിളികൾക്കിടയിൽ, ഈ വലിയ ജനക്കൂട്ടത്തിനിടയിൽ കിടന്ന് കരയുന്ന എന്നെയും നിന്നെയും ഈശോ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവനെ ഇങ്ങ് വിളിക്കുക, അവളെ എന്ന് വിളിക്കുന്ന പറയാൻ ഈശോ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ശിഷ്യന്മാർ പോയിട്ട് അവനെ വിളിക്കുമ്പോൾ പറയുന്ന ഒറ്റ കാര്യമുണ്ട്: ധൈര്യമായിരിക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യമാണ്. ടേക്ക് ഹാർട്ട് ആൻഡ് ബി കറേജസ് ആൻഡ് ഗെറ്റ് അപ്പ്, ഹീസ് കോളിങ് യു. ധൈര്യമായിട്ടിരിക്കണം, എഴുന്നേൽക്കണം, കാരണം ഈശോ വിളിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഏത് കാര്യത്തിലായി, ഭൗതിക ജീവിതത്തിലാവട്ടെ, ആത്മീയ ജീവിതത്തിലാവട്ടെ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അടുത്തൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ചില സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വീർപ്പ് മുട്ടിച്ച് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ ഇരുന്നിടം കുഴി നിന്നിടം കുളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇരുന്നിടത്തൊരു കുഴി കുത്തി, നിന്നിടത്തൊരു കുളം കുത്തി അവിടെ നിൽക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്ക് കരയാൻ, നിലവിളിക്കാൻ, നമുക്ക് സങ്കടങ്ങൾ പറയാൻ, നമുക്ക് പരാതികൾ പറയാൻ, നമുക്ക് ഇച്ചിരി സ്നേഹത്തോടെ വഴക്കുണ്ടാക്കി വാശി പിടിക്കാൻ ഈശോ ഉള്ളത് കൊണ്ട് ഇവിടെ നിന്ന്, ഈ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് ഈശോ വിളിക്കുന്നത് കേട്ട് മുന്നോട്ട് നടക്കണം. ധൈര്യമായിരിക്കണം, എഴുന്നേൽക്കണം, കാരണം ഈശോ വിളിക്കുന്നു. മാതാപിതാക്കളല്ല, കൂട്ടുകാരല്ല, ഗുരുക്കന്മാരല്ല, വഴി കാണിച്ചു തന്നവരല്ല, ഇനി ഈ വഴി വെച്ച് ഇട്ടേച്ച് പോയവരല്ല. വിളിക്കുന്നത് ഈശോ ആയതുകൊണ്ട് വി ഗെറ്റ് അപ്പ് അഗെയിൻ. ഒന്നുകൂടെ ഒന്ന് എഴുന്നേറ്റ് ഈശോയുടെ അടുത്തേക്ക് ചെല്ലണം. വിളിച്ചത് കർത്താവായതുകൊണ്ട് അടുത്ത വഴി അവൻ തുറന്നു തന്നോളും. സ്റ്റക്കായി നിൽക്കുന്ന, കൺമുമ്പിൽ നിൽക്കുന്ന ഈ മതിലുകളെ നോക്കി വിഷമിച്ച് നിൽക്കാതെ, ചിലപ്പോൾ ഈ മതിലിൻ്റെ മുമ്പിൽ കൊണ്ടേ നമ്മളെ സ്റ്റക്കാക്കി നിർത്തിയിട്ട് അവിടുന്ന് മാറി നിന്നവരെ, ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ട് ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ ആവശ്യമായ സാഹചര്യത്തിൽ നമ്മളെ കൈയൊഴിഞ്ഞ് മാറി നിന്നവരെ നോക്കുകയല്ല, ധൈര്യമായിരിക്കണം, എഴുന്നേൽക്കണം, ഈശോ വിളിക്കുന്നു. ആ വിളി കർത്താവ് കേൾക്കുന്നത് വരെ ബർത്തിമേസിനെ പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണം: എന്നിൽ കനിയണമേ, ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ. എൻ്റെ കടം, എൻ്റെ രോഗം, എൻ്റെ വേദനകൾ, ഞാനിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, എനിക്കിപ്പോൾ മുന്നോട്ടൊന്ന് കടന്നു പോകാൻ പറ്റാത്ത ഈ സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യത്തിൽ ഈശോയെ ഞാനിവിടെ വന്ന് നിലവിളിക്കുമ്പോൾ നീ എന്നെ കേൾക്കണമേ. ബർത്തിമേസിൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവ്, കുഞ്ഞെ, നിൻ്റെ പ്രാർത്ഥനയും കേൾക്കും. നീ സ്റ്റക്കായി നിൽക്കുന്നതെല്ലാം ഈശോ കണ്ടിട്ടുണ്ട്. ഇതിനപ്പുറവും ഈശോ കണ്ടിട്ടുള്ളത് കൊണ്ട് ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.